ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാം വീട്ടിൽ അവലുണ്ടല്ലോ, അപ്പോൾ അവലൊരു 3 കപ്പ്, അതിനോടൊപ്പം തന്നെ ഒരു 3 കപ്പ് തേങ്ങ തിരുമിയത്, പിന്നെ ശർക്കര, പൊരിക്കടല, കുറച്ച് ഏലക്ക. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം ഒരു അടുപ്പ് കത്തിച്ച് ചെറിയൊരു പാൻ അടുപ്പിലേക്ക് വെക്കുന്നു. അതിലേക്ക് ഒരു 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. അതിന് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് അതൊന്ന് നമ്മൾ അലിയിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് തിളക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അലിയിച്ച് ചേർത്താൽ മതി. അത് ആ വെള്ളമായിട്ടൊന്ന് മിക്സപ്പായി വരണം, അത്രയും മാത്രം മതി. അതൊന്ന് മിക്സപ്പായി കഴിയുമ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു പാൻ എടുക്കാം. നമ്മൾ ശർക്കര ഒന്ന് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ചില ശർക്കരകൾക്ക് അഴുക്ക് കാണും, അതുകൊണ്ടാണ് ഒന്ന് അരിച്ചൊഴിച്ചത്. ഇപ്പം നിങ്ങളെടുക്കുന്ന ശർക്കരയ്ക്ക് അഴുക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചേർക്കാം. ഇപ്പം ഞാനെടുത്ത ശർക്കരയ്ക്കും വലിയ അഴുക്കില്ല. പിന്നെ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ചൊഴിച്ചത്. അതിലേക്കാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. ഈ തേങ്ങ ആ ഒരു ശർക്കര പാനിയിൽ നന്നായിട്ട് ഇളക്കി ആ ശർക്കര പാനിയായിട്ട് നന്നായിട്ട് ചേരണം. അതുവരെയും ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു ടൈമിലെല്ലാം തന്നെ നമ്മുടെ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ആദ്യം ഭയങ്കര വെള്ളമയമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പറ്റിക്കോളും. അതുവരെയും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ പാനിൽ നിന്ന് ചെറുതായിട്ട് വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഏലക്ക അങ്ങ് ഇടുകയാണ് ചെയ്തത്. നിങ്ങൾ ഏലക്കാപ്പൊടി തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്കാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ചേർക്കുന്നത്. അത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ശർക്കരയുമായിട്ട് മിക്സപ്പ് ചെയ്യുക. ഈ ഒരു ടൈമിലെന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഫ്ലെയിം എന്ന് പറയുന്നത് വളരെ ലോ ഒരു ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ നെയ്യ് നമുക്ക് ആഡ് ചെയ്യാം. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം ഇത് കുഞ്ഞുങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നെയ്യ് ആഡ് ചെയ്തേ ഉള്ളൂ. അതിനുശേഷം അത് മാറ്റിയിട്ട് ഒരു ചെറിയ പാൻ എടുത്ത് അതിലേക്കൊരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ആ പൊരിക്കടല എടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യാൻ പോകരുത്, കാരണം ഈ പൊരിക്കടലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, കട്ടിയായി പോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊരിക്കടല മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, എൻ്റെ പൊരിക്കടല മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് മാത്രം ആഡ് ചെയ്തത്. അത് നമ്മളുടെ അവൽ വിളയിച്ചതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് ചായയോടൊപ്പം കൊടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ